ഹായ്, നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കട്ട് ഗൗണിന്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പൊ കൈയാണ് ആദ്യം കാണിക്കുന്നത്. കൈ നോക്കുക, കൈന്റെ മേൽഭാഗം നമ്മൾ പഫ് ഇട്ട് കൊടുക്കുക. അപ്പൊ പഫ് ഇടുന്നത് എങ്ങനെ ശ്രദ്ധിച്ചോളി. കുറച്ച് വലിയ വലിയ പഫ് കൊടുക്കുക, പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇതുമാതിരിയാണ് പഫിന്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ പഫ് ഇടുക, കൈയിന്റെ മേൽഭാഗം ഇങ്ങനെ പഫ് ഇട്ട് കൊടുക്കും. ഇനി അതേപോലെ മറ്റേ കൈ എടുക്കുക, പഫ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ കയ്യിന്റെ ഉള്ളിൽ ഒരു അലാസ്റ്റിക് വരും. അപ്പൊ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ കാണിച്ചു തരാം. പക്ഷെ എന്റെ കയ്യിൽ കറുപ്പ് അലാസ്റ്റിക്, ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കറുപ്പ് അലാസ്റ്റിക് വേണം. കറുപ്പ് അലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കറുപ്പ് പീസിൽ ഒരു വൈറ്റ് അലാസ്റ്റിക് വെച്ചിട്ട് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഇതിനിങ്ങനെ വലിച്ചു കൊടുക്കുക. കറുപ്പ് തുണിക്ക് കറുപ്പ് അലാസ്റ്റിക് കിട്ടാത്തതുകൊണ്ട് വെള്ള അലാസ്റ്റിക്കിന് ചെയ്ത് കാണിച്ചു തരും. വെള്ള അലാസ്റ്റിക്കിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ തൽക്കാലം വൈറ്റിലാണ് ചെയ്യുന്നത്. ഇതുപോലെ പീസിൽ അലാസ്റ്റിക് എടുത്തിട്ട് അലാസ്റ്റിക് അടിച്ചു. അലാസ്റ്റിക്കിന് ഇനി നേരെ സെന്റർ രണ്ട് കൈയിന് രണ്ടെണ്ണം വേണം. അപ്പൊ ഇതിന്റെ അലാസ്റ്റിക് ഒരു കറുപ്പ് പീസിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തയ്ച്ചെടുത്ത അലാസ്റ്റിക്കിന് നേരെ സെന്റർ രണ്ടായിട്ട് കട്ട് ചെയ്യുക. രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമ്മള് കൈയിന്റെ രണ്ട് വശം നോക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുക്കുക. ഉള്ളില് ഒരു മുട്ടിങ്ങുന്ന മേലെയായിട്ട് അലാസ്റ്റിക് കൈയിന്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ അലാസ്റ്റിക് പുറത്തേക്ക് കാണാത്ത, കാരണം ലേസ് തുണി തന്നെ. അപ്പൊ ഈ അലാസ്റ്റിക്കിനെ ഒന്ന് സെന്ററിൽ വെച്ച് പിടിപ്പിക്കുക. വെച്ച് പിടിപ്പിക്കേണ്ടത് എങ്ങനെ കാണിച്ചു തരാം. ഇതുപോലെ അലാസ്റ്റിക്കിന് അടിച്ചെടുക്കുക. നല്ലോണം പൊടിച്ചു കൊടുക്കുക. സെന്ററിലായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക അലാസ്റ്റിക്. ഇനി ഇതുപോലെ തന്നെ ഉള്ളിൽ വെച്ചിട്ട് ചീത്തവശത്ത് വെച്ചിട്ട് അതേ അളവിൽ സെന്ററിൽ കണക്കാക്കിയിട്ട് മറ്റേ ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ സെന്റർ എടുത്തിട്ട് അവിടെ തയ്ച്ച് പിടിപ്പിച്ചു കൊടുക്കുക.
ഇതിന്റെ അളവ് നോക്കണം, ഏകദേശം കറക്റ്റ് ആണ്. ഇലാസ്റ്റിക് നല്ലപോലെ വലിച്ചു കൊടുക്കുക. അപ്പൊ കൈയിനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ ഫിറ്റ് ചെയ്യണം. കൈ തൽക്കാലം മാറ്റി വെക്കുക. ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കുക, ബാക്ക് പീസ് ജോയിൻ ചെയ്തെടുക്കുക. നമുക്ക് 2 സിബ് വരും. സിബിനുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ കെട്ടിട്ടെടുത്തിട്ട് ബാക്ക് പീസ് തയ്ച്ചെടുക്കുക. ബാക്കിൽ ചെറിയൊരു ഓപ്പൺ കൊടുക്കണം, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് തടഞ്ഞു ചെറു ഭാഗം ഓപ്പൺ ഇട്ട് കൊടുക്കും. ബാക്ക് പീസ് ജോയിൻ ചെയ്തെടുക്കുക. ഒന്ന് തുമ്പ് 2 വശത്തോട്ടും ഇട്ടോട്ട്. ഇനി ഈ പാർട്ട് എന്ന് നമുക്ക് സൈഡ് ഓപ്പൺ, അതായത് സൈഡല്ല ബാക്കിൽ ഓപ്പൺ ആണ്. ഓപ്പണിന്റെ അവിടെ തുമ്പ് കുറച്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ വലുതാക്കണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കയറ്റാവുന്ന രീതിയിൽ ബാക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കെട്ടിട്ട് കൊടുക്കുക. ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഓപ്പൺ വരും ബാക്ക് സെന്ററിൽ. ഇനി ഇവിടെ ഒരു സിബ് ഫിറ്റ് ചെയ്യണം. ഒരു സിബ് എടുക്കുക. ഒരു സിബ് എടുത്ത് വെച്ചിരുന്നത് അവിടെ പോയോ സിബ് ഇടുണ്ട്. സിബ് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാണിച്ചു തരാം. സിബിന് വെക്കുക. സിബ് ഫിറ്റ് ചെയ്യേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് സിബ് കൊടുക്കേണ്ടത്. സിബ് തയ്ക്കാൻ പോകുന്ന തുമ്പിനെ ഇട്ട് കൊടുക്കുക. രണ്ടും കെട്ടിട്ട് കൊടുക്കുക. സിബ് റണ്ണർ ഊരി പോകാതിരിക്കാൻ. സ്റ്റിച്ച് സിബിന് തട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സിബ് കയറി പോവില്ല. അപ്പൊ നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും.
ഒരു ഭാഗം സിബിന് സ്റ്റിച്ച് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ലെവൽ ചെയ്തിട്ട് സിബ് തട്ടാത്ത വിധത്തിന് മറ്റേ ഭാഗം തയ്ച്ചെടുക്കുക. അപ്പൊ സിബ് ഫിറ്റ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സിബിന്റെ മേൽഭാഗം ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സിബ് പെട്ടെന്ന് തുറക്കുന്ന സമയത്ത് റണ്ണർ ഊരിപ്പോവും. റണ്ണർ ഊരിപ്പോയാൽ പണിയാവും. സിബ് രണ്ടാഴ്ച മാറ്റേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള സിബ് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ സിബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിബൊക്കെ നേരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിനെ എടുക്കുക. ഫ്രണ്ട് പീസിൽ ഷോൾഡറിന്റെ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കോളർ വരും ഇതിന്. ഇനി കൈ ഫിറ്റ് ചെയ്യുക. കൈയെടുക്കുക. ഒരു കൈ എടുത്തു. ഈ കൈയിനെ സെന്റർ ഒരു വെട്ടിട്ട് കൊടുക്കുക. സെന്റർ നമ്മുടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരറ്റത്ത് നിന്ന് സെന്റർ വെച്ച് നോക്കുക. കറക്റ്റ് ആണ് കൈ. സെന്റർ വെട്ടിട്ടു സെന്റർ നമ്മൾ ഫിറ്റ് ചെയ്യാം. ഇനി കൈയിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് ടൈപ്പ് തുണിയാണ്. അതുകൊണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൈ ഫിറ്റ് ചെയ്തെടുക്കുക. ബാക്കിലോട്ട് തുമ്പിട്ടിട്ട് കൈ ഫിറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ഏകദേശം ഒരു കൈ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ കൈ ഫിറ്റ് ചെയ്തെടുക്കുക. ബാക്കിന്ന് അടുത്ത കൈ എടുക്കുക. ഇവിടെ ഉണ്ട്. കൈയിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. സെന്റർ മാർക്ക് ചെയ്തെടുക്കുക. കൈ സെന്റർ മാർക്ക് ചെയ്തു. ആ കൈ ഫിറ്റ് ചെയ്തതുപോലെ തന്നെ ഈ കൈയിനെ വെക്കുക. ഫിറ്റ് ചെയ്ത് കൊടുക്കുക.